ഈ ലോകകപ്പ് വിജയത്തോടെ സ്പെയിൻ ടീമിന് ലഭിച്ച സമ്മാനത്തുകയെപ്പറ്റി വലിയ ചർച്ചകളാണ് നടന്നത്. $50 മില്യൺ അഥവാ ഏകദേശം 482 കോടിയോളം രൂപയാണ് സ്പെയിൻ ടീമിന് സമ്മാനമായി കിട്ടിയത്. എന്നാൽ ഈ തുക മുഴുവനായും അങ്ങനെ അവർക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല. തങ്ങൾക്ക് ലഭിച്ച $50 ദശലക്ഷം സമ്മാനത്തുകയ്ക്ക് മേൽ ഏകദേശം 30% വരെ സ്പെയിൻ അമേരിക്കയ്ക്ക് നികുതിയായി നൽകണം. അമേരിക്കയിൽ നിന്ന് അത്ലറ്റുകൾ നേടുന്ന പണത്തിന് IRS എന്ന ഇന്റേണൽ റവന്യൂ സർവീസിന് നികുതി നൽകേണ്ടതുണ്ട്. ടീമുകൾ മാത്രമല്ല, കളിക്കാരും തങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിന് അമേരിക്കയിൽ നികുതി അടക്കണം. അമേരിക്കയുമായി ഇരട്ട നികുതി ഒഴിവാക്കൽ ഉടമ്പടി, അതായത് ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് ഉള്ള രാജ്യങ്ങൾക്ക് ചില ഇളവുകൾ ലഭിക്കും. എന്നാൽ ലോകകപ്പിന് യോഗ്യത നേടിയ 48 രാജ്യങ്ങളിൽ 18 രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഇത്തരമൊരു കരാർ അമേരിക്കയുമായി ഉള്ളത്. സ്പെയിൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും കാനഡ, മെക്സിക്കോ, ഓസ്ട്രേലിയ, ഈജിപ്ത്, മൊറോക്കോ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കും അമേരിക്കയുമായി നികുതി ഉടമ്പടിയുണ്ട്. ഈ രാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകൾക്കും ഔദ്യോഗിക പ്രതിനിധികൾക്കും US ഫെഡറൽ ടാക്സിൽ നിന്നും ഇളവ് ലഭിക്കും. അമേരിക്കയ്ക്ക് സ്പെയിനുമായി ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറുകൾ ഉണ്ടെങ്കിലും സമ്മാനത്തുകയിലെ ഇത്രയും വലിയ തുകയ്ക്ക് അത് പൂർണ്ണമായും ബാധകമാവില്ല. കൂടാതെ സ്വന്തം രാജ്യമായ സ്പെയിനിലും തദ്ദേശീയ വരുമാന നികുതി നിയമങ്ങൾ നേരിടേണ്ടി വരുമെന്നതിനാൽ കളിക്കാരുടെ അക്കൗണ്ടിൽ എത്തുന്ന തുക വളരെ കുറവായിരിക്കും. ഒരേ തുകയ്ക്ക് 2 തവണ നികുതി ചുമത്തുന്ന ഒഴിവാക്കാൻ US സ്പെയിൻ ഡബിൾ ടാക്സ് കരാർ സഹായിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി 2 രാജ്യങ്ങളിലെയും നികുതി നിരക്കുകളിൽ വെച്ച് ഉയർന്ന നിരക്ക് ഏതാണോ അതാണ് സ്പെയിൻ നൽകേണ്ടി വരിക. വിദേശ കായിക താരങ്ങളെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തി അവരുടെ സമ്മാനത്തുകയിൽ നിന്ന് വലിയ തുക പിടിച്ചെടുക്കുന്നതിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധികൾക്കിടയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. US റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ ടീം ബർച്ചറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ആഗോളതലത്തിലും അമേരിക്കയുടെ ഈ നികുതി ഈടാക്കലിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാണ്. ചില രാജ്യങ്ങളുടെ കാര്യം ഇതിലും കഷ്ടമാണ്. ബ്രസീൽ, അർജന്റീന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സെനഗൽ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായി നികുതി ഉടമ്പടി ഇല്ലാത്തതിനാൽ അവർക്ക് വലിയൊരു തുക നികുതിയായി നൽകേണ്ടി വരും. ഫുട്ബോൾ മാത്രമല്ല, ഏത് കായിക ഇനം ആണെങ്കിലും അമേരിക്കയിൽ വെച്ച് സമ്പാദിച്ച തുകയ്ക്ക് അവിടെ നികുതി നൽകണം എന്നതാണ് ചട്ടം. ടീമുകൾ മാത്രമല്ല, കളിക്കാരും പരിശീലകരും സപ്പോർട്ട് സ്റ്റാഫും റഫറിമാർ പോലും അമേരിക്കയിൽ നിന്നുള്ള വരുമാനത്തിന് ഇന്റേണൽ റവന്യൂ സർവീസിന് നികുതി നൽകണമെന്നാണ് നിയമം. ഇനി രാജ്യങ്ങൾ തമ്മിൽ നികുതി ഉടമ്പടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കളിക്കാർക്ക് ലഭിക്കുന്ന വ്യക്തിഗത വരുമാനത്തിന് അമേരിക്കയിൽ ടാക്സ് അടക്കണം. വ്യക്തിഗത വരുമാനത്തിന് മേൽ ഫെഡറൽ ഇൻകം ടാക്സ് 37% വരെ വരും. ഫെഡറൽ നികുതിക്ക് പുറമെ ചില സംസ്ഥാനങ്ങൾ അധിക നികുതി ഈടാക്കുന്നുമുണ്ട്. കാലിഫോർണിയയിൽ 13.3%, ന്യൂജേഴ്സിയിൽ 10.75% നികുതി നിരക്ക്. എന്നാൽ മിയാമി ഉൾപ്പെടുന്ന ഫ്ലോറിഡ സംസ്ഥാനത്ത് ഈ നികുതികൾ ബാധകമല്ല. അന്താരാഷ്ട്ര കായിക മാമാങ്കത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു തുക നികുതിയായി ഈടാക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കായിക രംഗത്തെയും കായിക താരങ്ങളെയും പ്രകടനത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതാണ് ഈ തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ കോണുകളിൽ നിന്നും ഇതിനോടകം കടുത്ത വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്.